കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ കലഹം തുടരുന്നു. VCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ KS അനിൽകുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റാൻ ഗവർണറുടെ നീക്കം. സിൻഡിക്കേറ്റിനെതിരെയും നടപടി വന്നേക്കും. വിവിധ സർവകലാശാലകളിലേക്ക് ഇന്ന് SFIയുടെ പ്രതിഷേധ മാർച്ച്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ നൽകിയ അപ്പീലിൽ ഹൈക്കോടതി വിധി ഇന്നുണ്ടാകും. കോന്നി ചെങ്കളം പാറമട അപകടത്തിൽ കാണാതായ ജാർഖണ്ഡ് സ്വദേശിക്കായി തെരച്ചിൽ തുടരുന്നു. ദൗത്യത്തിന് NDRF സംഘവും. കൂടുതൽ പാറകൾ അടർന്നു വീഴുന്നത് ദൗത്യത്തിന് വെല്ലുവിളി. ക്വാറി അനുമതി പരിശോധിക്കാൻ ജിയോളജി വകുപ്പിന് നിർദ്ദേശം. സംസ്ഥാനത്ത് നിന്ന് സ്വകാര്യ ബസ് പണിമുടക്കുന്നത് സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ. സമരം വിദ്യാർത്ഥി കൺസ്ട്രക്ഷൻ വർധന ഉൾപ്പെടെയുള്ളവ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര നയങ്ങളിൽ പ്രതിഷേധിച്ച തൊഴിലാളി സംഘടനകളുടെ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. അമേരിക്കയിലെ ടെക്സസ് മിന്നൽ പ്രളയത്തിൽ മരണം 100 കടന്നു. കെയർ കൗണ്ടിയിൽ മാത്രം മരിച്ചത് 84 പേർ. കൂടുതൽ മേഘവിസ്ഫോടനത്തിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച ദുരിത ബാധിത മേഖലകൾ സന്ദർശിക്കും. ഫിഫ ക്ലബ് ലോകകപ്പ് ആദ്യ ഫൈനലിസ്റ്റിനെ ഇന്നറിയാം. ചെൽസി ഫ്ലുമിനൻസിനെ നേരിടും. രാത്രി 12:30 മുതലാണ് മത്സരം.